വാർത്തകളിലേക്ക് വിശദമായി. തിരുവല്ലയിലെ CPM ലോക്കൽ സെക്രട്ടറി PB സന്ദീപിന്റെ കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി അഭിയെ ആലപ്പുഴ എടത്വായിൽ നിന്നാണ് പിടികൂടിയത്. തിരുവല്ല CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച സന്ദീപിന്റെ മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് വീട്ടിലെത്തിച്ച മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. സന്ദീപിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന ആരോപണം CPM നേതാവ് A. വിജയരാഘവൻ ആവർത്തിച്ചു. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശി, A. വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് നടക്കുക? അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയോ? അല്പസമയം മുമ്പാണ് സന്ദീപിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ, അതായത് പാർട്ടി ഓഫീസിലും CPM ഏരിയ കമ്മിറ്റി ഓഫീസിലും ലോക്കൽ കമ്മിറ്റി ഓഫീസിലും പഞ്ചായത്ത് ഹാളിലും ഒക്കെ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ഇപ്പോൾ വീട്ടിൽ മൃതദേഹം എത്തിച്ചത്. ഇവിടെയും വലിയ തിരക്കാണ്. ആളുകൾ സന്ദീപിനെ ഒരു നോക്ക് കാണാനായി നിരവധി ആളുകളാണ് ഇപ്പോഴും സന്ദീപിന്റെ വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള പാർട്ടി പ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ രംഗത്തിലെ പ്രമുഖരും വീട്ടിലെത്തുന്നു. വിജയരാഘവൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അല്പസമയത്തിനകം തന്നെ സന്ദീപിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. എന്നാൽ വലിയ തിരക്കാണ് ഉൾപ്പെടുന്നത്. എല്ലാ ആളുകളെയും ആളുകൾ ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ കാണിച്ചതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും രാഷ്ട്രീയ കൊലപാതകം വീണ്ടും BJP ആവർത്തിക്കുന്നു, RSS ആവർത്തിക്കുന്നു. CPM പ്രവർത്തകരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി വിജയരാഘവൻ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നു. രാവിലെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. കാരണം പാർട്ടി പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടിയാണ് സംസ്ഥാനത്ത് RSS ഗുണ്ടകളെ വളർത്തി ചെയ്യുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി ശ്രീ വിജയരാഘവൻ ഉയർത്തിയിരിക്കുന്നു. എന്തായാലും CPMനെ സംബന്ധിച്ച് വലിയൊരു പാർട്ടി പ്രവർത്തനമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സന്ദീപിന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ ആരംഭിക്കും. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. വിവിധയിടങ്ങളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രീയ കൊലപാതകമെന്ന് CPM ആവർത്തിക്കുന്നു. PB സന്ദീപിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. യുവമോർച്ചയുടെ മുൻ പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് CPM ആവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ കൊല അല്ലെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കുന്നു. സന്ദീപിന്റെ കൊലപാതകത്തിൽ 5 പേർക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ജിഷ്ണു എന്നയാൾ യുവമോർച്ചയുടെ പെരിങ്ങര പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. പായിപ്പാട് സ്വദേശി പ്രമോദ്, വേങ്ങൽ സ്വദേശികളായ നന്ദു അപ്പി, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഫൈസൽ എന്നിവരാണ് മറ്റു പ്രതികൾ. മോഷണക്കേസിൽ ജയിലിൽ കഴിയുമ്പോഴാണ് ജിഷ്ണു മറ്റു പ്രതികളുമായി സൗഹൃദം സ്ഥാപിച്ചത്. കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നാണ് പോലീസ് പറയുന്നത്. കാരണം വ്യക്തിപരമായിട്ടുള്ള കാരണമായിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലായത്. എനിക്ക് അന്വേഷണം മുന്നോട്ട് പോയാലേ അറിയത്തുള്ളൂ അതിന്റെ കാര്യങ്ങൾ എന്താണ്. രാഷ്ട്രീയ കൊലപാതകമാണെന്നൊരു സാധ്യത വളരെ കുറവാണ്. ജിഷ്ണു ഒഴികെയുള്ള പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ RSS ആണ് കൊലപാതകം നടത്തിയെന്ന ആരോപണത്തിൽ CPM ഉറച്ചു നിൽക്കുകയാണ്. BJP എപ്പോഴും CPMന്റെ രാഷ്ട്രീയ നേതാക്കന്മാരെ കൊലപ്പെടുത്തുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധ സംഘടനകളെയും കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ്. അതാണ് അവരുടെ അത് ആ രീതി തന്നെയാണ് ഇയാളും അവലംബിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകം തന്നെയാണെന്നാണ് സന്ദീപിന്റെ അച്ഛനും പറയുന്നത്. മുന്നേ ഒരാഗ്യവും ഉണ്ടായിരിക്കും, അങ്ങനെ ഇവർ തമ്മിൽ കലഹം ഉണ്ടായി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അല്ലാതെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ കുത്തി. എന്നാൽ CPM ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് BJP. കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ A. വിജയരാഘവനും CPM നേതൃത്വവും മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വ്യക്തമാക്കി. ആലപ്പുഴ കരുവാറ്റിൽ നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സന്ദീപിനെ ബൈക്കിലെത്തിയ അക്രമികൾ കുത്തിക്കൊലപ്പെടുത്തിയത്. ചാത്തങ്കേരി കലങ്കിൽ നിന്ന് വയലിലേക്ക് തള്ളിയിട്ട ശേഷമായിരുന്നു ആക്രമണം. കൊലയ്ക്ക് മുമ്പ് പ്രതികൾ എത്തി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് സമീപത്തെ കടയുടമ പറഞ്ഞു. ചാത്തങ്കരിയിലെ ഈ പാലത്തിൽ വെച്ചാണ് ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ഈ പ്രതികൾ സന്ദീപിനെ കുത്തിക്കൊലപ്പെടുന്നത്. സന്ദീപ് ബൈക്കിൽ അവിടെ നിന്നും വരുന്ന സമയത്താണ് സന്ദീപ് ഈ പാടത്തിലേക്ക് ചാടുകയും അവിടെ വെച്ചും ഈ പ്രതികൾ ക്രൂരമായ രീതിയിൽ സന്ദീപിനെ കുത്തിക്കൊലപ്പെടുത്തിയായിരുന്നു. സന്ദീപിന്റെ ബൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കാണ്. ചാത്തങ്കേരി കലുങ്കിൽ നിന്ന് സന്ദീപിനെ തള്ളിയിട്ട ശേഷമായിരുന്നു ആക്രമണം. താൻ സ്ഥലത്തെത്തിയപ്പോൾ സന്ദീപിന് ജീവനുണ്ടായിരുന്നുവെന്ന് സുഹൃത്ത് രാകേഷ് പറയുന്നു. സന്ദീപിനെ ബൈക്കിൽ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ജിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് ആക്രമണമെന്ന്
സന്ദീപ് തന്നോട് പറഞ്ഞു. വേറെ വണ്ടിയൊന്നും ഇതൊന്നും ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തു. ഒരുത്തൻ എൻ്റെ സന്ദീപിനെ പുറകെ കയറ്റിയിട്ട് ഞങ്ങൾ പുറകെ ഒരാളും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു. പകുതി വരെ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഛർദ്ദിക്കാതെ വരുന്നു വണ്ടി നിർത്താനൊക്കെ. ഞങ്ങൾ വണ്ടി വിട്ടു പോയി. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അനക്കവും ഇല്ലായിരുന്നു. കൊലയ്ക്ക് മുൻപ് സന്ദീപിന്റെ വീടിന് തൊട്ടടുത്തുള്ള കടയിലെത്തി പ്രതികൾ ഭീഷണി മുഴക്കിയെന്ന് കടയുടമ തോമസ് പറഞ്ഞു. സന്ദീപിന് സാധനങ്ങൾ നൽകിയാൽ വീടും കടയും കത്തിക്കുമെന്നായിരുന്നു ഭീഷണി. ഭരണിയുടെ അടപ്പ് മുഴുവനും പിച്ചാത്തിക്ക് കുത്തി പൊട്ടിച്ചു. എൻ്റെ മോനായി ഇതിനകത്തിരുന്നു. അപ്പം ഞാൻ അകത്തെ റൂമിലിരിക്കുകയായിരുന്നു. അകത്തെ റൂമിലിരുന്നിട്ട് ഇത് ശബ്ദം കേട്ടിട്ട് ഞാൻ ഓടി ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ ഒരു കയറ് കിട്ടിയിരുന്നു. ആ കയറെ തട്ടി ഇവ വീണതുകൊണ്ട് എന്നെ കുത്തിയില്ല. പഞ്ചായത്ത് അംഗമായിരുന്ന സന്ദീപിനെ കുറിച്ച് മികച്ച അഭിപ്രായമാണ് നാട്ടുകാർക്ക്. ഏത് കാര്യത്തിലും ഏത് പാരാത്രിക്കാണെങ്കിലും ഒന്നും ആശാനം പറഞ്ഞാൽ ആ കക്ഷി വന്ന് നമ്മുടെ കാര്യത്തിന് എല്ലാം മുൻപ് നിന്ന് എല്ലാ കാര്യത്തിനും ചാട് വലിക്കുന്നതും എല്ലാ നേതൃത്വത്തിലും പുള്ളി മുൻകൈ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു വ്യക്തിയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ലീവിലായിരുന്നു. ആ അവധി ഒഴിവായി സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കണമെന്ന് സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയുണ്ടായി. ഇന്ന് ചർച്ച ചെയ്ത മറ്റു ചില വിഷയങ്ങൾ ഇന്നലെ തിരുവല്ലയിൽ നടന്ന കൊലപാതകം അത്യന്തം ക്രൂരമായ ഒരു കൊലപാതകമാണ്. പെരിങ്ങര LC സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സഖാവ് സന്ദീപ് ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു ജനകീയ നേതാവാണ്. 27 വർഷമായി ഇടതുപക്ഷത്തിന് ലഭിക്കാതിരുന്ന പഞ്ചായത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് ജയിക്കാൻ കഴിഞ്ഞതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരു സഖാവാണ് സന്ദീപ്. വളർന്നുവരുന്ന ഒരു യുവ നേതാവാണ്. ആ സഖാവിനെ അരുങ്കല ചെയ്തത് ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ്. RSS BJP സംഘമാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലുള്ളത്. ഇതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടാണ് ഇത്തരമൊരു കൊല നടന്നത്. അതുകൊണ്ട് ഗൂഢാലോചനയിൽ പങ്കാളിത്തമായവരെ ആരൊക്കെയാണ് അത് കണ്ടെത്താൻ സഹായകമായ വിധത്തിലുള്ള ഒരു ഉന്നതതല അന്വേഷണം ഈ കൊലപാതകത്തെ സംബന്ധിച്ച് നടത്തേണ്ടതുണ്ട്. ഇവിടെ RSSകാരുടെ കൊലപാതകം CPMനെതിരായിട്ടുള്ളത് അവസാനിക്കുന്നില്ല. കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2016 ശേഷം CPMന്റെ 20 പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ 15 പേരെ കൊലപ്പെടുത്തിയത് BJP RSS സംഘമാണ്. കേരളത്തിൽ CPMനെ വകവരുത്താൻ ഇതിനു മുമ്പും RSS ശ്രമിച്ചിട്ടുണ്ട്. ഇതിനകം കേരളത്തിൽ RSSന്റെ കൊലക്കത്തിക്കിരയായി 215 CPM പ്രവർത്തകന്മാർ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൊത്തം വിവിധ പാർട്ടിക്കാർ രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന അക്രമത്തിൽ 588 CPM പ്രവർത്തകന്മാർ ഇതിനകം കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം കൊലപാതകങ്ങൾ നടത്തി CPMനെ ഇല്ലാതാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന് മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. കൊലക്ക് പകരം കൊല എന്നുള്ളത് CPMന്റെ മുദ്രാവാക്യമല്ല.
ഈ കൊലപാതക സംഘത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. ഇത്തരം സംഘങ്ങളെ അമർച്ച ചെയ്യാൻ സാധിക്കത്തക്ക വിധത്തിൽ ജനങ്ങൾ രംഗത്തിറങ്ങണം. ഈ കൊലപാതകത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലുടനീളമുണ്ട്. RSSകാർ സൃഷ്ടിക്കുന്ന പ്രകോപനത്തിൽ പെട്ടുപോകരുത്. ആത്മസംയമനം പാലിച്ചുകൊണ്ട് സമാധാനപൂർവമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകമായ പ്രതിഷേധ പരിപാടികൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കും. 7-ാം തീയതി ഡിസംബർ 7-ന് കേരളത്തിലെ ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിലായി CPMന്റെ ആഭിമുഖ്യത്തിൽ ന്യൂനപക്ഷ സംരക്ഷണം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ദേശവ്യാപകമായി CPM ആഹ്വാനം ചെയ്ത പ്രക്ഷോഭണം കേരളത്തിൽ 7-ാം തീയതി നടത്തുന്നതായിരിക്കും. RSSകാർ CPM പ്രവർത്തകന്മാർക്കെതിരായിട്ട് മാത്രമല്ല, മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടും ദേശവ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ ദിനം ആചരിക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 7-ാം തീയതി ഇത്തരത്തിലൊരു വിപുലമായ പരിപാടി ഏരിയ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. SC/ST ജനവിഭാഗങ്ങൾക്കെതിരായുള്ള ആക്രമണങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ 9 മാസത്തിനിടയിൽ ക്രിസ്തീയ വിഭാഗങ്ങൾക്കെതിരെ, അവരുടെ ആരാധനാലയങ്ങൾക്കെതിരായും 300-ൽ പരം അതിക്രമങ്ങളാണ് നടന്നത് എന്ന് മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനാ യോഗങ്ങൾ വരെ നടത്താൻ സമ്മതിക്കുന്നില്ല. പശു സംരക്ഷണം, ലവ് ജിഹാദ് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആസാമിൽ ദരിദ്രരായ കുറെ കുടുംബങ്ങൾ വർഷങ്ങളായി വീട് കെട്ടി താമസിച്ച് കൃഷി ചെയ്തു വരുന്ന ഭൂമി അവരെ ബലം പ്രയോഗിച്ചുകൊണ്ട് ഒഴിപ്പിക്കാൻ വലിയ ആക്രമണമാണ് ആ പ്രദേശത്ത് നടത്തി. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന കാരണത്താൽ കൃഷി ചെയ്ത് ജീവിക്കാൻ പോലും അനുവദിക്കാത്ത അവസ്ഥയാണ് ആസാമിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലും മുസ്ലിമുകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നതോടുകൂടി മധുര കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ സംഘർഷമുണ്ടാക്കാൻ ഉള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്തീയ വിഭാഗങ്ങൾക്കെതിരായി നടക്കുന്ന സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫാദർ സ്റ്റാൻസ്വാമിയുടെ പേരിൽ ചുമത്തിയിട്ടുള്ള കേസും മാവോയിസ്റ്റ് എന്ന മുദ്രകുത്തി അദ്ദേഹത്തെ ജയിലിലടച്ച് ഒടുവിൽ സ്റ്റാൻസ്വാമി ജയിലിൽ വെച്ച് മരണപ്പെട്ടു. ഇത് ഭരണകൂട ഭീകരതയുടെ ഒരു രക്തസാക്ഷിയാണ് ഫാദർ സ്റ്റാൻസ്വാമി. ഭീമ കൊറഗോൺ സംഭവത്തിലാണ് അദ്ദേഹത്തെ പ്രതിയാക്കിയത്. ആ സ്ഥലം അദ്ദേഹം ഒരിക്കലും സന്ദർശിച്ചിട്ട് പോലുമില്ല. ഇങ്ങനെയാണ് ഓരോരുത്തരെയും പ്രതിചേർത്ത് ജയിലിലടച്ച് പീഡിപ്പിക്കുന്നതെന്നുള്ളത് ക്രിസ്തീയ വിഭാഗങ്ങൾക്കെതിരായി നടക്കുന്ന ആക്രമണത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് വെളിപ്പെടുന്നൊരു സംഭവമാണ്. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങളാണ്
രാജ്യത്തിന്റെ പല ഭാഗത്തായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് ഈ ഡിസംബർ മാസം 7-ാം തീയതി ഒരു വിപുലമായ പ്രചരണ പരിപാടി കേരളത്തിൽ സംഘടിപ്പിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നത്. RSS ഉദ്ദേശിക്കുന്ന ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും മതനിരപേക്ഷ ശക്തികളെയും അണിനിരത്തിക്കൊണ്ട് ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തണം, ഇത്തരം അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്ന പ്രശ്നമാണ് CPIM മുന്നോട്ട് വെക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി RSSഉം SDPIയും കേരളത്തിലും വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ കുത്തിപ്പോക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഡിസംബർ 1-ന് തലശ്ശേരിയിൽ RSS ഒരു പ്രകടനം നടത്തി. ആ പ്രകടനം അത്യന്തം പ്രകോപനപരമായിരുന്നു. മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ ഉള്ള കലാപത്തിനുള്ള ആഹ്വാനമാണ് RSSകാർ മുഴക്കിയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെതിരായി SDPIക്കാർ രംഗത്തിറങ്ങി. അങ്ങനെ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനാണ് ഈ രണ്ടു കൂട്ടരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കണം. അതോടൊപ്പം ജനങ്ങളും ജാഗ്രത പാലിക്കണം. അല്ലെങ്കിൽ മതപരമായ ധ്രുവീകരണത്തിലേക്ക് സംസ്ഥാനത്ത് കൊണ്ടുപോകാനുള്ള ഇത്തരം ശക്തികളുടെ നീക്കം അത് ആസൂത്രിതമായി നടക്കുന്നൊരു നീക്കമാണ്. അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത മറ്റൊരു വിഷയം കേരളത്തിന്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ UDF ഒരു ഭാഗത്തും BJP മറ്റൊരു തരത്തിലും ഇവിടെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. LDF അധികാരത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ വികസന പദ്ധതികളൊന്നും വേണ്ട എന്ന സമീപനമാണ് ഈ രണ്ടു കൂട്ടർ സ്വീകരിക്കുന്നത്. അതാണ് റെയിൽവേ വികസനം സംബന്ധിച്ച് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ, കെ റെയിൽ പദ്ധതിക്കെതിരെ അഴിച്ചുവിടുന്ന പ്രചരണവും ആ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന വിധത്തിൽ നടത്തുന്ന പ്രചരണങ്ങളും തെളിയിക്കുന്നത്. എന്നാൽ UDF ഉണ്ടായിരുന്ന കാലത്താണ് ഇവിടെ ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് ആസൂത്രണം ചെയ്തത്. ഇത് സെമി ഹൈസ്പീഡ് റെയിലാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ഇപ്പൊ യാതൊരുവിധ യുക്തിയും ഈ കാര്യത്തിൽ എതിർന്നു. പിന്നെ അവരുടെ കാലത്ത് ഹൈസ്പീഡ് റെയിൽ വേണമെന്ന് പറഞ്ഞവർ ഇപ്പോൾ സെമി ഹൈസ്പീഡിനെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഭരണം മാറിയത് കൊണ്ടാണ് എതിർപ്പ്. ഞങ്ങളന്ന് ഹൈസ്പീഡ് റെയിൽ പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ അനുകൂലിച്ചവരാണ് ഞങ്ങൾ. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിളിച്ച പ്രതിപക്ഷ നേതാക്കന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളിതിനാവശ്യമായ പണം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നടപ്പാക്കണം. ഇത്തരത്തിലുള്ള കഥകൾ പ്രചരിപ്പിക്കും. എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് ആരും കൊല ചെയ്യപ്പെട്ടാൽ അതിനെ വേറൊരു തരത്തിൽ അവതരിപ്പിക്കും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് അത്തരമൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാലാണ് അത് സംബന്ധിച്ചിട്ടുള്ള പോലീസ് നിലപാടുകൾ വ്യക്തമാകുന്നത്. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ടില്ല. പൂർത്തിയാകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്. അവര് മുഖ്യമന്ത്രിയും മന്ത്രിയും ഇടുമ്പോൾ അത്തരത്തിലേ ഇടാൻ പറ്റുള്ളൂ.
സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് ഗവൺമെന്റ് ഭാഗത്തുള്ള പ്രതിനിധികൾ അങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്താണ് അങ്ങനെ നടത്തിയെന്നുള്ളത് ഗവൺമെന്റ് പരിശോധിക്കേണ്ടതാണ്. ആരാ ഏതാ ഇവിടെയും ആവശ്യമായ തിരുത്തൽ വരുത്താൻ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടല്ലോ. എല്ലാ ആളുകൾക്കെതിരായിട്ടും UAPA പ്രയോഗിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗവൺമെന്റ് നിലപാട്. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ തലശ്ശേരിയിൽ നിരോധനാജ്ഞ ലംഘിച്ച് സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം വലിയ പ്രതിഷേധം സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രകടനം മാറ്റില്ല എന്ന BJP നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പ്രകടനം നടക്കുന്നത്. നിരോധനാജ്ഞ ലംഘിച്ചിട്ടും പ്രകടനത്തിൽ നിന്ന് BJP സംഘടനകൾ സംഘപരിവാർ സംഘടനകൾ പിന്നോട്ട് പോയില്ല. അവർ നിശ്ചയിച്ച പോലെ തന്നെ പ്രകടനം നടത്തി. ജൂബിലി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ പ്രകടനം MM റോഡിൽ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അവിടെ പ്രവർത്തകർ കുത്തിയിരിക്കുന്നു. മനു ഭരത് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. മനു, നിരോധനാജ്ഞ ലംഘിച്ചാണ് അവിടെ പ്രകടനം നടക്കുന്നത്. എന്താണ് നടക്കുന്നത്? അധികൃതർ എന്ത് സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്? പോലീസ് ഈ പ്രകടനം തടയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സംഘർഷാവസ്ഥ കുറയ്ക്കാൻ പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് തലശ്ശേരിയിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപിച്ച പ്രകടനം എന്തു തന്നെ വന്നാലും നടത്തും എന്ന നിലപാടിലായിരുന്നു സംഘപരിവാർ സംഘടനകൾ. ഇത് സംബന്ധിച്ചൊരു അന്തിമ യോഗം നേതൃത്വം ചേരുകയും പ്രകടനവുമായി മുന്നോട്ട് പോകാം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഡിസംബർ 1 KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രകടനത്തിൽ നിന്നാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. പ്രകടനത്തിൽ മതവിദ്വേഷം പരത്തുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്ന ആക്ഷേപമുയർന്നതിനെ തുടർന്നാണ് തലശ്ശേരി കലുഷിതമായത്. എന്നാൽ BJP നേതൃത്വമാകട്ടെ അത്തരത്തിൽ ആരെങ്കിലും വർഗീയ വിദ്വേഷം പരത്തുന്ന മുദ്രാവാക്യങ്ങൾ പ്രകടനത്തിന് ഇടയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുന്നുവെന്നും അത് അംഗീകരിക്കുന്നില്ല എന്നും വ്യക്തമാക്കുകയും എന്നാൽ അതേസമയം BJP ഓഫീസുകൾക്ക് നേരെ അക്രമമുണ്ടായി എന്നാണ് BJPയുടെ നിലപാട്. കഴിഞ്ഞ ദിവസം SDPI നടത്തിയ പ്രകടനത്തിന് ശേഷം SDPI BJP പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു. തുടർന്ന് പോലീസ് ലാത്തി വീശിയാണ് ഇരു വിഭാഗത്തെയും പിരിച്ചുവിട്ടത്. BJP ഓഫീസിന് നേരെ ഉള്ള ഒരു ആക്രമണമാണ് SDPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ആരോപണം ആ ഘട്ടത്തിൽ BJP ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് നടത്തിയത്. ഇന്നലെ പോലീസിന് BJP പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടു എന്നൊരു ആക്ഷേപവും BJP ഉന്നയിച്ചു. ഈ രണ്ട്
ആക്ഷേപങ്ങൾക്കും പ്രതിഷേധമായാണ് BJP സംഘപരിവാർ സംഘടനകൾ ഇന്ന് ഇവിടെ തലശ്ശേരിയിൽ അഭിമാൻ ശക്തി പ്രകടനം പ്രഖ്യാപിച്ചത്. എന്നാൽ ഉച്ചയോടുകൂടി കണ്ണൂർ ജില്ലാ കലക്ടർ തലശ്ശേരിയിൽ 144 പ്രഖ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായ ഒരു സാഹചര്യത്തിലാണ് 144ലേക്ക് കണ്ണൂർ ജില്ലാ കലക്ടർ കടന്നത്. എന്നാൽ ഈ 144 അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് BJP നേതൃത്വം അതുപോലെ തന്നെ സംഘപരിവാർ നേതൃത്വം സ്വീകരിച്ചത്. കാരണം തങ്ങൾക്കെതിരെ അക്രമം നടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ അനുവദിക്കുന്നില്ല. അതേസമയം മറ്റ് രാഷ്ട്രീയ സംഘടനകൾക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന നടപടിയാണ്. തീർച്ചയായും എന്തായാലും മനു, ഇതിപ്പോൾ അധികാരികളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇത്രയധികം പേർ അവിടെ കൂടിയിരിക്കുന്നു. പക്ഷേ നിരോധനാജ്ഞ നിലവിലുള്ളപ്പോൾ ഈ കൂട്ടം ചേരൽ അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അധികൃതർക്ക് ഇടപെടേണ്ടി വരില്ലേ? നിയമപ്രകാരം 144 പ്രഖ്യാപിക്കുന്നതോടുകൂടി യാതൊരു തരത്തിൽ ഉള്ള ആൾക്കൂട്ടവും സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. 4 കൂടുതൽ ആളുകൾ സംഘടിക്കുന്നത് നിയമവിരുദ്ധമാണ്. ജില്ലാ കളക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിൽ പൊതുയോഗങ്ങൾ നടത്തുന്നതും മാർച്ചുകൾ സംഘടിപ്പിക്കുന്നതും പ്രതിഷേധ യോഗങ്ങൾ നടത്തുന്നതും പ്രതിഷേധ മാർച്ചുകൾ നടത്തുന്നതും അനുവദനീയമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആയുധങ്ങൾ, കല്ല് തുടങ്ങിയവ കൊണ്ടു നടക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിനെയും നിയമപരമായി നിരോധിച്ചിട്ടുണ്ട്. 144 വകുപ്പ് പ്രകാരമുള്ള കർശന നടപടി ഇത് ലംഘിക്കുന്നവർക്കെതിരെ ഉണ്ടാകും എന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇതിൽ കേസെടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഒരു ലാത്തി ചാർജിലേക്കോ ആ നിലയ്ക്ക് ഒരു സംഘർഷത്തിലേക്കോ നീങ്ങാതെ പരമാവധി സംയമനം പാലിച്ചുകൊണ്ടാണ് പോലീസ് നീങ്ങുന്നത്. അപ്പോൾ പക്ഷേ ഈ പ്രവർത്തകർക്കെതിരെ തീർച്ചയായും ഈ 144 ലംഘിച്ചതിനെ തുടർന്ന് കേസുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് പോലീസ് അധികാരികളും അത് തന്നെ വ്യക്തമാക്കുന്നു. ഏതായാലും ആ നിയമ നടപടികൾ നേരിടുക എന്ന നിലപാടാണ് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വം വ്യക്തമാക്കുന്നത്. മനു, എന്തായാലും സംഘർഷ സാധ്യതകൾ ഒഴിവാക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടത് ഇത്തരം ഒരു നിരോധനാജ്ഞ പുറപ്പെടുവിച്ചതിലൂടെ. ഡിസംബർ 6 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. BJP നേതൃത്വം ഈ പ്രകടനത്തിന് നേതൃത്വം നൽകുന്ന BJP സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വം എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ആ നിരോധനാജ്ഞ ലംഘിച്ച് തന്നെ ഇങ്ങനെ ഒരു പ്രകടനം അവർ നടത്തുന്നത്? അവരുടെ ഒരു പ്രതികരണം, അതായത് BJP പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ നിരോധനാജ്ഞയും ഇതുപോലുള്ള തടസ്സപ്പെടുത്തലുകളും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം മറ്റുള്ളവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കുന്ന ഒരു നിലപാടാണ് പൊതുവെ ഉണ്ടാകുന്നത്. അപ്പോൾ സംഘർഷ സാധ്യത എന്നൊന്നും പരിഗണിക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തലശ്ശേരിയിൽ ഒട്ടനവധി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ 144 പ്രഖ്യാപിക്കണമെന്നൊരു നിലപാടിലേക്ക് ജില്ലാ ഭരണകൂടം വന്നില്ല. എന്നാൽ BJP ഒരു സ്വാഭിമാൻ പ്രതിഷേധ പ്രകടനം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു സമീപനം കൈക്കൊള്ളുന്നത് എന്നാണ് BJP നേതൃത്വത്തിന്റെ ഒരു നിലപാട്. ഏതായാലും ഈ വർഗീയ പരാമർശങ്ങളുള്ള ഈ മുദ്രാവാക്യത്തെ അംഗീകരിക്കില്ല എന്ന നിലപാട് കൂടി BJP മുന്നോട്ട് വയ്ക്കുന്നു. സൗഹൃദമായി ഉള്ള ഒരു വിവിധ മതവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരിടമാണ് തലശ്ശേരി എന്നതും അവർ അംഗീകരിക്കുന്നു. എന്നാൽ ഈ തീവ്രവാദ മനോഭാവമുള്ള സംഘടനകളുമായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തുടരും എന്നതാണ് അവർ ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നിരോധനാജ്ഞ ലംഘിച്ചാണ് അവിടെ പ്രകടനം നടക്കുന്നത്. ഇതുവരെ സ്ഥിതിഗതികൾ ശാന്തമാണ്. പോലീസ് അവരെ തടയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവിടെ അവരുടെ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. എല്ലാവർക്കുമെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു സംഘർഷത്തിലേക്കൊന്നും നീണ്ടുപോകാത്ത തരത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അവിടെയുള്ളത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താസമ്മേളനം തുടരുകയാണ്. അതിലേക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് സന്ദീപിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന നിലപാട് CPM ആവർത്തിക്കുന്നതാണ് കണ്ടത്. പോലീസ് അത് രാഷ്ട്രീയ കൊലപാതകമല്ല, വ്യക്തി വിരോധം കൊണ്ടുള്ള കൊലപാതകമെന്ന് പറയുമ്പോൾ അതിനെ തള്ളുന്ന നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വീകരിക്കുന്നു. ഉന്നതതല അന്വേഷണം ഇതിന്റെ ഗൂഢാലോചന കണ്ടെത്തുന്നതിൽ വേണം എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഇതിൽ ഉള്ള ഗൂഢാലോചന മുഴുവൻ പുറത്തു കൊണ്ടുവരണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. മറ്റ് പ്രക്ഷോഭ പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കോടിയേരി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. KAS ശമ്പള വിവാദത്തിൽ ബദൽ നിർദ്ദേശം വെച്ച്
IAS അസോസിയേഷൻ. അപാകത പരിഹരിക്കാൻ IAS ഉദ്യോഗസ്ഥർക്ക് സ്പെഷ്യൽ പേ അനുവദിക്കണം. 10,000 മുതൽ 25,000 രൂപ വരെ പ്രതിമാസം കൂടുതൽ നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. TG സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, ഈ IAS അസോസിയേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ബദൽ നിർദ്ദേശം സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണോ? എന്താണ് അവരുടെ ഈ നിർദ്ദേശത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ? തീർച്ചയായിട്ടും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന നിർദ്ദേശം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ KAS ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകി തീരുമാനിച്ച ആ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയേക്കില്ല എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ബദൽ നിർദ്ദേശവുമായി ഇവരെത്തിയിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വർദ്ധിപ്പിച്ച് നൽകുന്നതിന് പകരം പ്രത്യേക സ്പെഷ്യൽ പേ ഇനത്തിൽ കൂടുതൽ പണം അനുവദിക്കുകയാണ് ആവശ്യം. അതായത് 10,000 മുതൽ ഏകദേശം 25,000 രൂപയോളം പ്രതിമാസം ലഭ്യമാവുന്ന തരത്തിലുള്ള സ്പെഷ്യൽ പേ അനുവദിക്കണം എന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഏറെക്കുറെ സമാനമായ രീതിയിൽ KAS ഉദ്യോഗസ്ഥർക്ക് സമാനമായ ശമ്പളത്തിലേക്ക് IAS ഉദ്യോഗസ്ഥരും മാറും. ഇത്തരമൊരു നിർദ്ദേശമാണ് ഇവർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ KAS-ന് ശമ്പളം നിശ്ചയിച്ച തീരുമാനത്തിലെ നിയമപ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും ചീഫ് സെക്രട്ടറിക്ക് ഇവർ കത്ത് നൽകിയിട്ടുണ്ട്. ശരി, TG സജിത്ത് വിവരങ്ങൾ നൽകിയത്. ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശിയായ ഡോക്ടറുടെ ശ്രമം ഒമിക്രോൺ പരിശോധനയ്ക്ക് അയച്ചു. ഗുരുതര രോഗലക്ഷണങ്ങളില്ലെങ്കിലും കോവിഡ് സ്ഥിരീകരിച്ച് 8 ദിവസമായിട്ടും നെഗറ്റീവ് ആകാത്തതിനാലാണ് ജനിതക പരിശോധന നടത്തുന്നത്. ഇദ്ദേഹം 4 ജില്ലകളിൽ യാത്ര നടത്തിയിട്ടുണ്ട്. നവംബർ 21-നാണ് കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയത്. 26-ന് കോവിഡ് പോസിറ്റീവായി. പിന്നീട് ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും വീട്ടുജോലിക്കാരനും കോവിഡ് സ്ഥിരീകരിച്ചു. ഇരുവരും നിരീക്ഷണത്തിലാണ്. കോവിഡ് സ്ഥിരീകരിച്ച 3 പേർക്കും ഗുരുതര രോഗലക്ഷണങ്ങളില്ല. ഒരാഴ്ചയിലേറെയായിട്ടും നെഗറ്റീവ് ആകാത്തതിനാലാണ് ഡോക്ടറുടെ സ്രവം ഒമിക്രോൺ ശ്രേണി പരിശോധനയ്ക്ക് അയച്ചത്. 26-ാം തീയതി അവരെടുത്ത സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുകയും അത് ജനറേറ്റിന് അയക്കുകയും ചെയ്തു. ഇല്ല മാത്രമല്ല അവരെ മറ്റ് ജില്ലകളിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ലിസ്റ്റെല്ലാം അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി ലിസ്റ്റാക്കി വരുന്നു. ഒരാഴ്ചക്കകം പരിശോധനാ ഫലം ലഭിക്കും. അമ്മയ്ക്കും വീട്ടുജോലിക്കാരനും നെഗറ്റീവായില്ലെങ്കിൽ മാത്രമായിരിക്കും സ്രവം ഒമിക്രോൺ ശ്രേണി പരിശോധന നടത്തുകയെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. രാജ്യത്ത് കൂടുതൽ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിക്കാൻ സാധ്യത. കോവിഡ് സ്ഥിരീകരിച്ച 30-ലധികം പേരുടെ ജനിതക ശ്രേണീകരണ ഫലം വരാനുണ്ട്. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കും. പ്രതിരോധശേഷി കുറഞ്ഞവർക്ക് വാക്സിൻ ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന നിർദ്ദേശം ജിനോം കൺസോർഷ്യം മുന്നോട്ടുവച്ചു. ഡൽഹിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള 10 പേരുടെയും കർണാടകയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച 46-കാരനുമായി സമ്പർക്കത്തിൽ വന്ന 5 പേരുടെയും തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരുടെയും ജനിതക ശ്രേണീകരണ ഫലമാണ് ആദ്യം വരിക. വിദേശത്ത് നിന്നെത്തി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഈ പട്ടിക നീളുകയാണ്. കോവിഡ് സ്ഥിരീകരിച്ചവരെല്ലാം ശക്തമായ നിരീക്ഷണത്തിലാണ്. കർണാടകയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച 2 പേരിൽ 66-കാരനായ വിദേശി നവംബർ 27-ന് ബാംഗ്ലൂരുവിൽ നിന്ന് ദുബായിലേക്ക് പോയിരുന്നു. 46-കാരനായ രോഗി കോവിഡ് സ്ഥിരീകരിച്ച ശേഷം യാത്ര ചെയ്തിട്ടില്ല. അതേസമയം ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം കർണാടകയും ഡൽഹിയും അടക്കം കൂടുതൽ സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യം പൂർണ്ണമായി അംഗീകരിക്കാനാകില്ലെന്നാണ് കേന്ദ്ര നിലപാട്. ഇതിനിടെ പ്രതിരോധശേഷി കുറഞ്ഞവർക്കും 40 വയസ്സിന് മുകളിൽ ഉള്ളവർക്കും വാക്സിൻ ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന നിർദ്ദേശം ജീനോം കൺസോർഷ്യം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. തുടർ അവലോകനത്തിനായി ജീനോം കൺസോർഷ്യം ഉടൻ വീണ്ടും യോഗം ചേരും. ഒമിക്രോണിനെതിരായ വാക്സിന്റെ നിർമ്മാണം ജനുവരിയോടെ ആരംഭിക്കാനാകുമെന്നറിയിച്ച് അമേരിക്കയിലെ മേരിലാൻഡ് ആസ്ഥാനമായ നോവോവാക്സ് കമ്പനി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ കർണാടകയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി. മാളിലും സിനിമാ തിയേറ്ററുകളിലും 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ ഇനി പ്രവേശനം അനുവദിക്കൂ. വിവാഹങ്ങളിൽ 500 പേർക്ക് മാത്രമാണ് പ്രവേശനം. ദിവസേന 1 ലക്ഷം പരിശോധന നടത്തണമെന്ന കർശന നിർദ്ദേശവും കർണാടക സർക്കാർ നൽകി. സ്കൂളുകളിലും കോളേജുകളിലും ചടങ്ങുകൾ അനുവദിക്കില്ല. വിദേശത്ത് നിന്നെത്തുന്നവർക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാനും തീരുമാനിച്ചു. മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വാളയാർ കേസിൽ CBI സംഘത്തിന്റെ ആവശ്യം പോക്സോ കോടതി തള്ളി. തൊണ്ടി മുതൽ വേണമെന്ന ആവശ്യമാണ് തള്ളിയത്. കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഷോൾ എന്നിവയാണ് ഡമ്മി പരീക്ഷണത്തിനായി ആവശ്യപ്പെട്ടത്. കോടതി ആവശ്യം തള്ളിയതോടെ സമാന വസ്തുക്കൾ ഉപയോഗിക്കാമെന്ന് CBI കോടതിയെ അറിയിച്ചു. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഈ CBI സംഘത്തിന്റെ ആവശ്യം നിരസിച്ചത്?
രേണുക വാളയാർ കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് CBI ഇതിനകത്ത് കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഷാൾ എന്നിവ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഡമ്മി പരീക്ഷണത്തിന് വേണ്ടിയായിരുന്നു ഇക്കാര്യങ്ങൾ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി ഇക്കാര്യം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ഈ വിധി പകർപ്പ് ലഭിച്ചാൽ മാത്രമേ ലഭ്യമാകൂ എന്നതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത്. എന്തായാലും കോടതി ഇക്കാര്യം തള്ളിയതോടുകൂടി സമാന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കേസിലെ ഡമ്മി പരീക്ഷണം നടത്താം എന്ന നിലപാടാണ് CBI ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം 2 പ്രതികളെ, ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന 2 പ്രതികളെ CBI ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം ജാമ്യത്തിൽ കഴിയുന്ന മറ്റൊരു പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനും CBI തീരുമാനിച്ചിട്ടുണ്ട്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. കോവിഷീൽഡ് വാക്സിൻ ഇടവേളയിൽ ഇളവ് നൽകിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. കേന്ദ്ര സർക്കാരിന്റെ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം. കോവിഷീൽഡ് വാക്സിൻ ഡോസുകളുടെ ഇടവേള 84 ദിവസമായി നിശ്ചയിച്ചത് ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരമാവധി പ്രതിരോധശേഷി ആർജിക്കാൻ കഴിയുന്ന കാലപരിധി കണ്ടെത്തിയാണ് ഇടവേള 84 ദിവസമായി നിശ്ചയിച്ചത്. ആദ്യ ഡോസ് കുത്തിവയ്പ്പെടുത്ത് 28 ദിവസം കഴിഞ്ഞ് 2ാം ഡോസ് വാക്സിൻ സ്വീകരിക്കുന്നത് ഫലപ്രദവും ശാസ്ത്രീയവുമല്ലെന്നും കേന്ദ്രം വാദിച്ചു. കിറ്റെക്സ് കമ്പനി നൽകിയ ഹർജിയിലാണ് വാക്സിൻ ഇടവേള 28 ദിവസമായി കുറച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. തിരുവനന്തപുരം ആര്യനാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്ക് വാക്സിൻ മാറി കുത്തിവെച്ച സംഭവത്തിൽ ജീവനക്കാരുടെ വീഴ്ച അന്വേഷിക്കുമെന്ന് DMO. ആരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് DMO ജനപ്രതിനിധികൾക്ക് ഇക്കാര്യം ഉറപ്പു നൽകിയത്. 15ാം വയസ്സിലെടുക്കേണ്ട കുത്തിവയ്പ്പിന് പകരം കോവിഷീൽഡ് വാക്സിനാണ് കുട്ടികൾക്ക് എടുത്തത്. ഈ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ തകരാറിലായ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച ഇൻസുലിൻ പിന്നീട് രോഗികൾക്ക് നൽകിയതായും ആരോപണമുയർന്നിട്ടുണ്ട്. ഇടവേള. മുല്ലപ്പെരിയാർ ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടർ കൂടി ഉയർത്തി. 5 ഷട്ടറുകളിലൂടെ 2099.95 ഖനിയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുകയാണ്. 141.95 അടിയാണ് നിലവിൽ ഡാമിലെ ജലനിരപ്പ്. പ്രിൻസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, കൂടുതൽ ജലം ഒഴുക്കിവിടുകയാണ് പെരിയാറിലേക്ക്, എന്താണ് സാഹചര്യം? നിലവിൽ 5 ഷട്ടറുകളിലൂടെ തമിഴ്നാട് വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നതിന് ആരംഭിച്ചിരുന്നു. ഒപ്പം ടണൽ മാർഗം തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1567 ഖനിയടി വെള്ളം നിലവിൽ തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു. 7483 ഖനിയടി വെള്ളം ശരാശരി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇത് രാത്രി മഴ തുടർന്നാൽ വീണ്ടും ഷട്ടറുകൾ ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. എങ്കിലും ജില്ലാ ഭരണകൂടം ശക്തമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് സാഹചര്യം നിലവിലുള്ളതിനാൽ വലിയൊരു മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പോലും ആളുകളെല്ലാം ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുന്നറിയിപ്പ് കൂടാതെ ഷട്ടറുകൾ ഉയർത്തിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധം പ്രദേശത്ത് തീരദേശത്ത് ഉയർത്തിയിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും തവണയായി മുൻകൂട്ടി അറിയിപ്പുകൾ നൽകിയ ശേഷമാണ് തമിഴ്നാട് ഷട്ടറുകൾ ഉയർത്തുന്നത്. ഇതുകൊണ്ട് തന്നെ ആളുകൾക്ക് മുൻകരുതലുകൾ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും മഴ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ ഷട്ടർ ഉയർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അപ്പം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയിൽ വീണ്ടും എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്നു. ഒപ്പം ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ മഴ വിവിധ മേഖലകളിൽ ലഭിക്കുന്നുണ്ട്. ഇതിലെ മറ്റൊരു കല്ലാർ പുഴ ഏകദേശം കര കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ. പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല വാർത്തകൾ. ശബരിമലയിൽ നടത്തുന്ന വ്യത്യസ്തമായ വഴിപാടുകളിലൊന്നാണ് മാളികപ്പുറത്തെ പറകൊട്ടിപ്പാട്ട്. സർവ്വദോഷവും അകറ്റാൻ പറകൊട്ടിപ്പാട്ട് വഴിപാടിലൂടെ കഴിയുമെന്നാണ് വിശ്വാസം. വ്യത്യസ്ത ആചാരങ്ങളാണ് ശബരിമലയുടെ പ്രത്യേകത. ശബരിമലയിലെത്തുന്ന ഭക്തർ ശനിദോഷമകറ്റാൻ വേണ്ടി നടത്തുന്ന വഴിപാടാണ് പറകൊട്ടിപ്പാട്ട്. മാളികപ്പുറത്തിന് സമീപമാണ് പറകൊട്ടിപ്പാട്ട് നടക്കുന്നത്. തുകൽവാദ്യ അകമ്പടിയിൽ അയ്യപ്പനെ പാടിപ്പുകഴ്ത്തുന്നതോടെ എല്ലാ ദോഷങ്ങളും മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം.
പാലാഴി മഥനം കഴിഞ്ഞ് മോഹിനി രൂപത്തിലെത്തിയ മഹാവിഷ്ണുവിന് ശനിദോഷമുണ്ടായതായും പരമശിവനും പാർവതിയും മലവേടന്റെയും വേടത്തിയുടെയും വേഷത്തിലെത്തി ശനിദോഷം മാറ്റിയതുമായാണ് വിശ്വാസം. കണ്ണൻ ദോഷം, നാമദോഷം, ശിരദോഷം, ശത്രുദോഷം, ആഭിചാരദോഷം അങ്ങനെ ദോഷങ്ങൾക്കുള്ളൊരു പരിഹാരം. അതാണ് എൻ്റെ കാര്യം. അത് അയ്യപ്പന്മാരെ നമ്മളെ കൊണ്ട് പാടിക്കുക, പേരുന്നാളും പറയാം, പറഞ്ഞവരുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടി പാടിക്കുക. ഞങ്ങളുടെ പ്രായം വലിയച്ഛന്മാർ പോലെ ഇങ്ങനെ പരമ്പരയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളവരാരും ഇല്ല. പറകൊട്ടിപ്പാടാനുള്ള അവകാശം പരമശിവൻ പിന്നീട് വേല സമുദായക്കാർക്ക് നൽകിയെന്നാണ് ഐതിഹ്യം. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള വേല സമുദായത്തിൽപ്പെട്ടവരാണ് പറകൊട്ടിപ്പാടുന്നത്. ന്യൂസ് 18 സന്നിധാനം. തിരുവനന്തപുരത്തെ സിറ്റി സർക്കുലർ സർവീസ് പദ്ധതി നഷ്ടത്തിലോടുന്നതിൽ ന്യായീകരണവുമായി KSRTC CMD. 3 മാസത്തിനു ശേഷം ആളുകൾ കയറി തുടങ്ങുമെന്ന് ബിജു പ്രഭാകർ പറഞ്ഞു. വലിയ നഗരങ്ങളിലെ ഗതാഗത സൌകര്യം കണ്ടിട്ടുള്ളവർ വിപ്ലവകരമായ മാറ്റമായി ഇതിനെ വിലയിരുത്തുന്നു. പാറശാലയിൽ പൊളിക്കാനുള്ള ബസ്സുകളുടെ വീഡിയോ കാണിച്ച് KSRTCക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പ്രചാരണം നടത്തുകയാണെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. പരിമിതികളെ അതിജീവിച്ച് തിരുവനന്തപുരം കോവളത്ത് കടലിനടിയിലെ കാഴ്ചകൾ ആസ്വദിച്ച് ഭിന്നശേഷിയുള്ള കുട്ടികൾ. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ചാണ് കുട്ടികൾക്കായി സ്കൂബ ഡൈവിംഗ് സംഘടിപ്പിച്ചത്. കടലിലേക്ക് ഇറങ്ങുമ്പോൾ പരിമിതികൾ ഇവർ മറന്നു. കടലിനടിയിലേക്ക് ആവശ്യത്തോടെ മുങ്ങിയിറങ്ങി. പുത്തൻ കാഴ്ചകൾ ആവോളം ആസ്വദിച്ചു. കണ്ട പുതിയ കാഴ്ചകളെ കുറിച്ച് ഇവർക്ക് പറയാനുള്ളത് ഇങ്ങനെ. നിർദ്ദേശങ്ങൾ വേഗത്തിലാണ് കുട്ടികൾ പഠിച്ചതെന്ന് പരിശീലകൻ. വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം നോർമൽ ഒരു ആള് ചെയ്യുന്നതിന്റെ ആ ഒരു രീതി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മളെല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നതാണ് അവരെ കൊണ്ട് പറ്റില്ല, ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ വിചാരിക്കുന്നതാണ്. പക്ഷെ അത് ശ്രമിച്ചാൽ കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. കാരണം ഇവരെ നമുക്ക് നോർമൽ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്ന ഒരു അത്ര ഇതുണ്ടായിട്ടുള്ളൂ. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ചായിരുന്നു ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂബ ഡൈവിംഗ് സംഘടിപ്പിച്ചത്. കോസ്റ്റൽ സ്റ്റുഡൻസ് കൾച്ചറൽ ഫോറത്തിന്റെയും സ്കൂബ കൊച്ചിന്റെയും നേതൃത്വത്തിലായിരുന്നു കോവളത്തെ പരിശീലനം. ന്യൂസ് 18 തിരുവനന്തപുരം.